മയക്കുമരുന്ന് കടത്തുമായി ബന്ധപ്പെട്ട പണം സ്വീകരിക്കുന്നതിന് ബാങ്ക് അക്കൗണ്ട് ഉപയോഗിച്ച കേസിൽ ഏഷ്യൻ പൗരന് ദുബായ് കോടതി 3 വർഷം തടവും 1 ലക്ഷം ദിർഹം പിഴയും വിധിച്ചു. ശിക്ഷ പൂർത്തിയാക്കിയ ശേഷം പ്രതിയെ UAE-യിൽ നിന്ന് നാട് കടത്താനും കോടതി ഉത്തരവിട്ടു. കോടതി പ്രതിയുടെ അക്കൗണ്ടിലെ മുഴുവൻ തുകയും കണ്ടുകെട്ടാനും ഉത്തരവിട്ടു. കൂടാതെ UAE സെൻട്രൽ ബാങ്കിന്റെ മുൻകൂർ അനുമതിയില്ലാതെ നേരിട്ടോ അല്ലാതെയോ മറ്റൊരാൾക്ക് വേണ്ടി പണം കൈമാറ്റം ചെയ്യുന്നതിനോ നിക്ഷേപിക്കുന്നതിനോ പ്രതിക്ക് 2 വർഷത്തെ വിലക്കും ഏർപ്പെടുത്തി. ബർദുബായിലെ ഒരു വസതിയിൽ 4 ഏഷ്യൻ പൗരന്മാർ മയക്കുമരുന്ന് ഉപയോഗിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യുന്നതായി ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആന്റി നർക്കോട്ടിക്സിന് വിശ്വസനീയമായ വിവരം ലഭിച്ചതിനെ തുടർന്നാണ് കേസ് ആരംഭിച്ചത്. പോലീസ് നടത്തിയ റെയ്ഡിൽ ഹെറോയിൻ അടങ്ങിയ പാക്കറ്റ്, കൃത്യതയുള്ള സ്കെയിൽ, മയക്കുമരുന്ന് വിതരണത്തിന് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ എന്നിവ കണ്ടെത്തി. പ്രതികളിൽ ഒരാളുടെ വാഹനത്തിൽ നിന്ന് കൂടുതൽ മയക്കുമരുന്നും കണ്ടെത്തി. ചോദ്യം ചെയ്യലിനിടെ ഒരാൾ ഏഷ്യൻ വിതരണക്കാരനിൽ നിന്ന് മയക്കുമരുന്ന് വാങ്ങിയതായി സമ്മതിച്ചു. മറ്റൊരാൾ വിറ്റതിന് ലഭിച്ച പണം ഒരു ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിച്ചതായും സമ്മതിച്ചു. അക്കൗണ്ട് പ്രതിയുടേതാണെന്ന് കണ്ടെത്തി. എന്നാൽ താൻ മയക്കുമരുന്ന് കച്ചവടത്തിൽ പങ്കാളിയല്ലെന്നും ഒരാളെ സഹായിക്കാൻ വേണ്ടി മാത്രമാണ് ബാങ്ക് കാർഡ് നൽകിയതെന്നും അത് മയക്കുമരുന്ന് പണത്തിനായി ഉപയോഗിച്ചതിനെ കുറിച്ച് അറിയില്ലെന്നും പ്രതി വാദിച്ചു. എന്നാൽ കോടതി ഈ വാദം തള്ളിക്കളഞ്ഞു. നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളെ നേരിട്ടോ അല്ലെങ്കിൽ അല്ലാതെയോ സഹായിക്കുന്ന ആർക്കും കർശനമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ വിധി.